6 മാസത്തോളം പഠിച്ചിട്ട് എനിക്ക് എക്സാം ഒന്നും എഴുതാനുള്ള രീതിക്ക് ആയില്ല. ട്രെയിനേഴ്സിനോട് പറഞ്ഞായിരുന്നു എഴുതാനുള്ള ഡേറ്റ് എടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നവരായിരുന്നു, എന്താ എഴുതാത്ത, ഇത്ര നാളായി പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചൊരു ഡേറ്റ് എടുത്തു. 2024 ഫെബ്രുവരി 10 ഞാൻ എക്സാം എഴുതി. ആ സെൻറ്റർ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളായിരുന്നു. ആ സ്കൂളിൻ്റെ അടുത്ത് പള്ളി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ വലത് കൈ ഉയർത്തി ഞാൻ ആ സെൻറ്ററിന് നേരെ പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എക്സാമിൻ്റെ ഡേറ്റിൻ്റെ അന്ന് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ പാസ്പോർട്ടിലും നെറ്റിയിലും തേച്ചിട്ട് പോയി. ഉപ്പ് ഞാൻ എക്സാം ഹോളിൻ്റെ പുറത്ത് ആരും ചവിട്ടാത്ത രീതിയിൽ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. എൻ്റെ പെൻസിലിലും ഉടമ്പടി തൈലം തേച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എക്സാം എഴുതി. ആദ്യത്തെ 3 മൊഡ്യൂൾസ് മോർണിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിംഗ് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു സ്പീക്കിങ്ങിൻ്റെ സെഷൻ. ആ സമയത്ത് ഞാൻ 4 കൊന്തയും ചൊല്ലിയിട്ടാണ് സ്പീക്കിങ്ങിന് കയറുന്നത്. ആ ഹോളിൽ ഇരുന്നവരെല്ലാം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കൊന്നും പഠിക്കാനോ എന്നാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് തിരിയുന്നില്ലായിരുന്നു. കാരണം എവിടുന്ന അവർ ഓരോ സെഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഓരോ ടോപ്പിക് വൈസ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വചനം ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു സ്പീക്കിങ്ങിന് കയറുമ്പം ഒരു അടയാളം എനിക്ക് തരണമെന്ന്. എനിക്ക് വന്ന മേഡത്തിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ബ്ലൂ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവിനെ സഹായിക്കും ഉറപ്പായിട്ടും. അങ്ങനെ 2 ടോപ്പിക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടോപ്പിക്ക് പറയുന്നത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ആ മേഡം എന്നെ ഇങ്ങനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവർക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരെനിക്ക് ഇങ്ങനെ പറഞ്ഞോ എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പള്ളിയിൽ പോയിട്ടേ ഞാൻ തുറക്കുള്ളൂ എന്ന്. എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പള്ളിയിൽ പോയി തുറന്നു. എനിക്ക് ഫുൾ മൊഡ്യൂൾസിലും ബി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ